പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് വലഞ്ഞിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു. ജീവിതം മടുത്ത അയാൾ എന്തെങ്കിലും ഒരു പ്രതിവിധി പ്രതീക്ഷിച്ച് ഒരു ദിവസം വൈകുന്നേരം ഒരു ഗുരുവിനെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചെന്ന് കണ്ടു. ധ്യാനത്തിലായിരുന്ന ഗുരു കണ്ണു തുറന്നപ്പോൾ യുവാവ് തൻ്റെ പ്രശ്നം അവതരിപ്പിച്ചു. ഗുരു, എൻ്റെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ എൻ്റെ തൊഴിലിടത്ത്, മറ്റു ചിലപ്പോൾ എൻ്റെ കുടുംബത്തിൽ, ചില ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ. ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കുമ്പോൾ വേറൊരു പ്രശ്നം അലട്ടുകയായി. ഞാൻ ആകപ്പാടെ മടുത്തു ഗുരു. അങ്ങ് ദയവായി ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനമായി ജീവിക്കാൻ വേണ്ട വഴി കാട്ടിത്തരണം. ഗുരു പറഞ്ഞു, ഇപ്പോൾ നേരം വളരെ വൈകിയില്ലേ? നാളെ രാവിലെ ഞാൻ ഇതിനൊരു പ്രതിവിധി പറഞ്ഞു തരാം. ഗുരു തുടർന്നു, അതിനു മുൻപ് താങ്കൾ എനിക്കൊരു സഹായം ചെയ്തു തരണം. ഈ ഗ്രാമത്തിലെ ധനികനായ ഒരു കച്ചവടക്കാരൻ ഈ ആശ്രമത്തിന് 100 ഒട്ടകങ്ങളെ ദാനം ചെയ്തിട്ടുണ്ട്. അവയെല്ലാം അടുത്തുള്ള തടാകത്തിൻ്റെ കരയിൽ മേയുന്നുണ്ട്. ഇന്ന് രാത്രി താങ്കൾ അവയെ ഒന്ന് ശ്രദ്ധിക്കണം. ആ 100 ഒട്ടകങ്ങളെയും തടാകക്കരയിൽ വിശ്രമിക്കാനായി ഇരുത്തണം. അതിനുശേഷം താങ്കൾ ഉറങ്ങാൻ കിടന്നോളൂ. യുവാവ് സമ്മതിച്ചു. അയാൾ തടാകത്തിനടുത്തേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ഗുരു യുവാവിനെ കാണാനെത്തി. ഗുരു ചോദിച്ചു, ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങിയോ? യുവാവ് സങ്കടത്തോടെ പറഞ്ഞു, ഇല്ല ഗുരു, എനിക്ക് ഒരു നിമിഷം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ പലതവണ ശ്രമിച്ചിട്ടും എനിക്ക് എല്ലാ ഒട്ടകങ്ങളെയും ഇരുത്താൻ കഴിഞ്ഞില്ല. ചില ഒട്ടകങ്ങളെ നിലത്തിരുത്താൻ കഴിഞ്ഞെങ്കിലും മറ്റു ചില ഒട്ടകങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇരിക്കാൻ കൂട്ടാക്കിയില്ല. മാത്രവുമല്ല, ഒരൊട്ടകം ഇരിക്കുമ്പോഴേക്കും വേറൊരൊട്ടകം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാകും. അതിനെ ഇരുത്താൻ നോക്കുമ്പോൾ മറ്റൊരു ഭാഗത്തെ ഒട്ടകം എഴുന്നേറ്റ് നിൽക്കും. രാത്രി മുഴുവൻ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. നേരം പുലർന്നപ്പോഴാണ് എല്ലാ ഒട്ടകങ്ങളും ഒരുവിധമൊന്ന് ഇരുന്ന് കിട്ടിയത്. ഇതൊക്കെ കൊണ്ട് എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഗുരു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും ഇതുപോലെ തന്നെയാണ്. ചിലത് വന്നതുപോലെ തന്നെ പോകും. മറ്റു ചിലത് നമ്മുടെ പരിശ്രമം കൊണ്ട് പരിഹരിക്കപ്പെടും. വേറെ ചിലത് എത്ര ശ്രമിച്ചാലും മാറാതെ നിൽക്കും. എന്നാൽ അവയും കാലക്രമേണ മാറിപ്പോകും. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സഹയാത്രികരാണ്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളുമില്ല. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവയുടേതായ സമയമെടുക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രം.